വേണ്ട, നീ വെറുതെ കത്തി വെച്ച് കളിക്കല്ലേ. നിന്റെ കൈ തന്നെ മുറിയും. അത് കളഞ്ഞിട്ട് എന്റെ കൂടെ വാ. നമുക്ക് മുകുന്ദനെയും മഞ്ജുവിനെയും കണ്ട് ഇതെല്ലാം അവസാനിപ്പിക്കാം. ഗിരേട്ട വിട്, വിടാനല്ലേ പറഞ്ഞേ. വിടാനാ പറഞ്ഞേ. മഹിമ, മോളെ. സോറി സോറി ഗിരേട്ട. മോളെ മഹിമേ, വേഗം കേറ്. മഹിമ, എടാ വണ്ടി എടുക്ക്. മോളെ മോനെ, നീ കഷായം വാങ്ങിയായിരുന്നോ? അയ്യോ സോറി അമ്മേ, ഞാനേ വരുന്ന വഴിക്കൊരു കോളിലായിരുന്നു. മരുന്ന് കടയുടെ മുന്നിലൂടെ പോയപ്പോ ഞാൻ ഓർത്തില്ല. അപ്പൊ ഞാൻ ഇപ്പൊ പോയി വാങ്ങിച്ചിട്ട് വരാം. അതൊന്നും വേണ്ട, നാളെ വരുമ്പോ വാങ്ങിയാ മതി. ഗിരേട്ടൻ പൊതുവെ ഒന്നും മറക്കാറില്ലല്ലോ, എന്തു പറ്റി? ഗിരേട്ട കൈക്ക് എന്താ പറ്റിയത്? എന്താ പറ്റി ഗിരേട്ട? ഏയ് ഒന്നുമില്ല. ചോര വരുന്നുണ്ടല്ലോ. നീ കൈ കാണിക്ക്. ഒന്നുമില്ല അമ്മേ. അതൊക്കെ കൈ കാണിച്ചിട്ട് തീരുമാനിച്ചോളാം. കാണിക്ക് ഗിരേട്ട, ആ കൈയും കാണിച്ചേ. ഒന്നുമില്ല മഞ്ജു. ഇതെങ്ങനെയാ സംഭവിച്ചേ? സൈറ്റില് പണി ചെയ്തപ്പോ പറ്റിയതാ. കുറച്ച് മഞ്ഞപ്പൊടിയും ബാൻഡേഡും വെച്ച് കിട്ടിയാൽ ശരിയാവും. ഈ മുറിവ് കണ്ടിട്ട് കത്തി വെച്ച് കുത്തിയതുപോലുണ്ടല്ലോ. നീ നഴ്സല്ലേ, അതിന്റെ ഷോ കാണിച്ചാ പോരെ. ഒരു മുറിവ് കണ്ട അത് കത്തി വെച്ചിട്ടാണെന്ന് പറയാൻ നിനക്ക് എന്താ അനുഭവം ഉള്ളത്? അവൾക്ക് അതിനുള്ള അനുഭവം ഉണ്ടാവില്ലായിരിക്കും, പക്ഷേ എനിക്കുണ്ടല്ലോ. ഇത് ഉറപ്പായിട്ടും കത്തി കൊണ്ടുണ്ടായ മുറിവാണ്. ആരാണ് ഇത് ചെയ്തത്? ആ സഞ്ജു ആണോ? ആണെങ്കി ഇപ്പൊ തന്നെ അവന്റെ വീട്ടിൽ കയറി അവനെ ഞാൻ വെട്ടും. അല്ലമ്മേ, എന്റെ മുന്നിൽ വന്ന് നിൽക്കാനുള്ള ധൈര്യം പോലും ആ ചെക്കനില്ല. പിന്നെ ആരാ ഇത് ചെയ്തത്? ഞാൻ അയാളുടെ മുഖമൊന്നും കണ്ടില്ല. നല്ല പൊക്കമുള്ള ഒരുത്തനായിരുന്നു. ഗിരേട്ടൻ വെറുതെ നുണ പറയില്ലേ? ഞാൻ എന്തിനാ കുത്തിയവനെ രക്ഷപ്പെടുത്തുന്നത്? കുത്തിയത് ഗിരേട്ടന് വളരെ വേണ്ടപ്പെട്ട ആളായതുകൊണ്ട്. ഗിരേട്ടനെ കുത്തിയത് മഹിമയല്ല. ആണോ? മഹിമയാണോ ഗിരേട്ടനെ കുത്തിയത്? നമ്മുടെ കുഞ്ഞിനെ തൊട്ട് സത്യം ചെയ്യ, മഹിമയാണോ? ഇപ്പൊ മനസ്സിലായില്ലേ, മഹിമ തന്നെ ഇത് ചെയ്ത്. അവള് ഗിരേട്ടനെ കൊല്ലാൻ നോക്കിയതാ. കൊല്ലാൻ നോക്കിയെന്നോ? അനാവശ്യം പറയരുത്. പിന്നെ എന്തിനാ അവള് നിന്നെ കുത്തിയത്? അവള് കുത്തിയൊന്നുമില്ല. തെറ്റ് എന്റെ ഭാഗത്തായിരുന്നു. അവള് സംസാരിച്ചു കഴിഞ്ഞ് മര്യാദയ്ക്ക് പോവാൻ തുടങ്ങിയത്. ഞാൻ അവളുടെ കൈ പിടിച്ച് നിന്നോട് സംസാരിച്ചിട്ട് പോയാ മതിയെന്ന് പറഞ്ഞു. അപ്പൊ നടന്ന പിടിവലിയില് അറിയാതെ അവളുടെ കയ്യിലെ കത്തി എന്റെ കയ്യിലൊന്നു കൊണ്ടു, അത്രേ ഉള്ളൂ. ഈ പെണ്ണിനെ പുറത്തിറക്കാനാണോ നീ ഇത്രയും കഷ്ടപ്പെട്ടത്? സത്യം പറ, രണ്ട് സഹോദരിമാരും കൂടി എന്റെ മോനെ കൊല്ലാനുള്ള പരിപാടിയാണോ? മിണ്ടാതിരിക്കടാ. നിനക്കൊരു അമ്മയുടെ വിഷമം പറഞ്ഞ മനസ്സിലാവില്ല. സ്വന്തം മോനെ ഒരുത്തി കൊല്ലാൻ നോക്കിയെന്നറിഞ്ഞ ദേഷ്യപ്പെടാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലേ? അതിന് എനിക്കൊന്നും പറ്റിയില്ലല്ലോ അമ്മേ. അതെന്റെ പ്രാർത്ഥന കാരണോ? ഒന്ന് നിർത്താവോ? നീ മഹിമയെ നേരത്തെ പിടിച്ചിരുന്നെങ്കിൽ ഇവൻ ഈ ഗതി വരില്ലായിരുന്നു. ഇത് നിന്റെ തെറ്റാ. സോറി ഗിരേട്ടാ. മഞ്ജു, ഗിരേട്ടാ ഇരിക്ക്, ഞാൻ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തോണ്ട് വരാം. എനിക്കൊന്നും വേണ്ട. ഇരിക്കടാ അവിടെ. പോയി എടുത്തോണ്ട് പാടി. കൈ കാണിക്ക്. ഈശ്വര, നന്നായി മുറിഞ്ഞിട്ടുണ്ട്. മോൾ ഇപ്പോഴും ഗിരിയെ പറ്റി ചിന്തിച്ചു നിൽക്കാണോ? അവന് ഒന്നും പറ്റിയിട്ടില്ല. വടിവാള് വെച്ച് പുറംചൊറിയുന്നവന് മോളുടെ പേനക്കത്തിയൊക്കെ ഒരു വിഷയമാണോ? ഗിരിയേട്ടന്റെ ദേഹത്ത് ഒട്ടും ആഴമില്ലാത്ത മുറിവ് ഉണ്ടായെന്ന് എനിക്കറിയാം.
പക്ഷെ അത് കാണുമ്പോ എന്റെ ചേച്ചിയുടെ മനസ്സിലുണ്ടാവുമ്പോ ഒന്ന് മുറിവിന് നല്ല ആഴം കാണും. ഞാൻ ഗിരിയേട്ടനെ ഭയപ്പെടുത്തുമെന്ന് ചേച്ചി ഒരിക്കലും കരുതി കാണില്ല. ഇതിന് ചേച്ചി എന്നോട് ഒരിക്കലും ക്ഷമിക്കില്ല. അതൊക്കെ മോൾക്ക് വെറുതെ തോന്നുക. ഇതാ മോള് ചേച്ചിയെ വിളിച്ച് നടന്നത് എന്താണെന്ന് പറഞ്ഞിട്ട് മാപ്പ് ചോദിക്കുക. അവള് ക്ഷമിക്കും. ഹലോ ചേച്ചി, ഗിരിയേട്ടൻ എങ്ങനെയുണ്ട്? ഞാൻ വേണോന്ന് വെച്ച് ചെയ്തതല്ല. ഞാൻ പോവാൻ ശ്രമിച്ചപ്പോ ഗിരിയേട്ടൻ എന്നെ തടഞ്ഞു. അങ്ങനെ ഉണ്ടായ ആ പിടിവലിയിൽ സംഭവിച്ചു പോയതാ. നിങ്ങൾ തമ്മിലുള്ള പിടിവലിയിൽ കത്തി കൊണ്ടത് ഗിരിയേട്ടന്റെ നെഞ്ചത്തോ കഴുത്തിലോ ആയിരുന്നെങ്കിലോ? എന്റെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാലും നീ ഇതുപോലെ തന്നെ എന്നെ വിളിച്ച് വേണോന്ന് വെച്ചല്ല ചെയ്തെന്ന് പറയോ? ചേച്ചി എന്താ ഞാൻ പറയുന്നത് മനസ്സിലാക്കാത്ത? എനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു. അതെന്താ, നീ സ്വയരക്ഷയ്ക്കാണോ കത്തി ഉപയോഗിച്ചത്? ഗിരിയേട്ടൻ നിന്നെ കൊല്ലാൻ ശ്രമിച്ചോ? നിന്നെ എന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ മാത്രമല്ലേ ഗിരിയേട്ടൻ ശ്രമിച്ചത്? നിനക്ക് ജയിലിൽ പോയേണ്ടി വരുമെന്നുള്ള പേടി കാരണമല്ലേ നീ ഗിരിയേട്ടനെ കുത്തിയത്? എന്നാ നീ കേട്ടോ, നിന്നെ അറസ്റ്റ് ചെയ്യുന്നത് വരെ എനിക്കിനി വിശ്രമമില്ല. നീ എവിടെ പോയി ഒളിച്ചാലും ഞാൻ നിന്നെ പൊക്കിയിരിക്കും. ചേച്ചി എന്നെ വെല്ലുവിളിക്കാണോ? ആണ്. ഗോപാലിനെയും അഭിയൊക്കെ ലക്ഷ്യം വെച്ചപ്പോ നിനക്ക് ആത്മവിശ്വാസം കൂടിക്കാണും. പക്ഷേ ഗിരിയേട്ടന്റെ കാര്യത്തിൽ നീ കാണിച്ചത് എത്ര വലിയ മണ്ടത്തരമാണെന്ന് നീ വൈകാതെ മനസ്സിലാക്കും. എനിക്ക് വ്യക്തമായ ചില ലക്ഷ്യങ്ങളുണ്ട് ചേച്ചി. അതെല്ലാം നടത്തിയെടുക്കാതെ ഞാൻ പിടി തരില്ല. നീ പിടി തരണ്ട. നിന്നെ ഞാൻ പൂട്ടിക്കോളാം. എന്റെ വഴിക്ക് വരരുത്. ചിലപ്പോ ഞാൻ ചേച്ചിയാണെന്ന പരിഗണന തരില്ല. ഗിരിയേട്ടനോട് നീ ചെയ്തത് കണ്ട ശേഷം ഞാൻ ഒരു പരിഗണനയും നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഇനി നമുക്ക് നേർക്ക് നേരെ നിന്ന് പൊരുതാം. ജയിക്കുന്നത് ആരാണെന്ന് കാണാം. ആ, കാണാം.